പിന്നെ ഈ പടം കാണാൻ പോകാൻ എന്നെ എക്സൈറ്റ് ചെയ്ത വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. യവന കഥയിലെ യവന കഥയിൽ വന്ന അപ്പം വീണ്ടും ഒരു ചെറിയൊരു സിനിമ റിവ്യൂ ആയിട്ടാണ് വന്നേക്കണം. റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഒരു സിനിമ കാണാൻ വേണ്ടി പോയി. ഓണമൊക്കെ അല്ലേ, ഒരു ഓണക്കാല ചിത്രം കാണാൻ വേണ്ടി പോയി. നമ്മുടെ ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്ത ബദ്ലഹേം കുടുംബ യൂണിറ്റ്. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, നിവിൻ പോളി തവണത്തെ ഓണം തൂക്കി. അത് പറയാൻ ഉള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ പടത്തിലെ ഏറ്റവും ഒരു നല്ല ഒരു പരിപാടിയായിട്ട് തോന്നിയത് നിവിൻ പോളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്. പടത്തിൻ്റെ ആദ്യം തുടങ്ങി അവസാനം വരെ പുള്ളീനെ ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. നമ്മൾ സർവ്വമായലൊക്കെ കണ്ട പോലെ തന്നെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് കോമഡിയൊക്കെ ഉള്ളൊരു പടമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ച് കോമഡികളൊക്കെ ഉണ്ട്. ചില കോമഡികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്, എന്നാൽ ചിലവൊന്നും അങ്ങനെ വർക്കായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ പടം കാണാൻ പോകാൻ എന്നെ എക്സൈറ്റ് ചെയ്ത വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നൊരു പാട്ടുണ്ട്. 1995 നമ്മുടെ ജോഷി സാർ സംവിധാനം ചെയ്ത അന്ന എന്ന ചിത്രത്തിലെ യവന കഥയിൽ വന്ന എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? താൻ വായിച്ചു പഠിക്കാം. യവന കഥയിൽ നിന്നു വന്ന ഇടയകന്നി. അത് തെറ്റിപ്പോയില്ല. യവന കഥയിൽ നിന്ന് വന്ന ഇടയകന്യക. ആ പാട്ട് അത് മൊബൈലിൽ കൂടെ തന്നെ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു തിയേറ്ററിൽ പോയിട്ട് കേൾക്കുമ്പോൾ അവിടുത്തെ വലിയ സൗണ്ട് സിസ്റ്റത്തിലൊക്കെ കൂടെ കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കില്ലേ. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് പോയേ. ആ പാട്ടിൻ്റെ കുറച്ച് ഭാഗം തിയേറ്ററിൽ കൂടെ കേട്ടെങ്കിലും അത് ഒരു വലിയൊരു എഫക്റ്റിൽ ഞാൻ പ്രതീക്ഷിച്ചൊരു സംഭവത്തിലൊന്നും കേൾക്കാൻ പറ്റിയില്ല. വീണ്ടും ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ എല്ലാവരും സ്റ്റാറ്റസിലും സ്റ്റോറീസിലൊക്കെ വന്ന് ഭയങ്കര ട്രെൻഡിങ് ആയില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ പാട്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമാണ് ആ പാട്ട്. അതൊരു ഘടകമായിരുന്നു ഈ സിനിമ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. പിന്നെന്താ പറയുക, അത്യാവശ്യം ഓണത്തിന് ഇറങ്ങിയ ഒരു നല്ലൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവി, ഒരു വൺ ടൈം വാച്ചബിൾ മൂവി, അത്രേ പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മുടെ നിവിൻ പോളി ഈ ഓണം തൂക്കി.